നമസ്കാരം, എന്നെ മനസ്സിലായോ? 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ചു ആളല്ലേ? ആ അതെ. ജയിച്ചിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഭൂമിയിൽ ഇല്ലായിരുന്നു. ഓരോരോ തിരക്കുകളല്ലേ മോനെ. മോന്റെ അപ്പൂപ്പനും ഞാനും ഒക്കെ ഒരേ പാർട്ടിക്കാരാ. അപ്പൂപ്പനും ഞാൻ മെനങ്ങാന്നൂടെ കണ്ടതേ ഉള്ളൂ. അപ്പൂപ്പൻ മരിച്ചിട്ട് 3 വർഷമായി. ഇപ്പൊ ഇവിടുത്തെ മന്ത്രിസഭയും പഞ്ചായത്തും ഒക്കെ താങ്ങി നിർത്താൻ ഞാൻ വിചാരിക്കണം. 18 വയസ്സ് കഴിഞ്ഞല്ലേ? അപ്പം മോന്റെ ഓട്ടം എന്തായാലും എനിക്കായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. അല്ല, ഞാൻ ജയിച്ചത് കളിക്കാനൊരു ടർഫ്. ഒരു ഫുൾ മന്തി വേണം. സെറ്റ്. എങ്കിൽ ജയിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റ്. ബ്രോ, ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ബ്രോയെ കണ്ടാലറിയാം ബ്രോ നമ്മുടെ പാർട്ടിയാണ്. ഷേട്ടാരിക്ക് വോട്ടില്ല, മേ ബംഗാളി ഹേ. ഒരു വോട്ട് സെറ്റായി. ഏത് ഈ ബംഗാളിയാ? ആധാർ കാർഡ് മാറ്റാം. ചേടാ, നിനക്കൊരു രാഷ്ട്രീയ ഭാവം ഞാൻ കാണുന്നുണ്ട്. വോട്ട് നമുക്കിനെ തരണേ. മറ്റേ പാർട്ടിയിൽ ഇങ്ങനെ പെണ്ണുമ്പോൾ ആളത്ര ശരിയല്ല. അവരെ കുറിച്ച് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഞാനാണ് ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത്. എന്താണ് എന്നെ കുറിച്ച് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യം? ഈ കൊച്ചു പെണ്ണ ഇലക്ഷൻ നിൽക്കുന്നത്. ഓ, ക്രഷ് അടിച്ചതാ നീലി കിടക്കണത്. മാമ ഐസ്ക്രീം അല്ല, കൊരിനിടുന്ന മരുന്നാണ്. ഇത് എത്ര ലിറ്റർ പാല് തരും? ഇതിന്റെ അകിട് എവിടെ?